ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിങ്സ്. അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ ടെക്കി റീൽസ് പ്രോഗ്രാമിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും, അതേപോലെ അതിൻ്റെ 4 ചോയ്സുകൾ നമുക്കുണ്ടാവും. ഈ 4 ചോയ്സുകളും നമ്മൾ എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് എന്താണ് അത് എന്നുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ പോകാനുള്ള കാരണം, ഈ 4 ചോയ്സും നമ്മൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലുകൾ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ടെക്നിക്കൽ നോളജ് നമുക്ക് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ചോയ്സും നോക്കിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കീ അഡ്വാൻറ്റേജ് ഓഫ് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ്, അഥവാ ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് കോൺസെപ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പോൾ നമുക്ക് ആൻസറും ഓപ്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താ, ഹയർ പെർഫോമൻസ് കമ്പയർഡ് ടു നേറ്റീവ് ആപ്സ്. രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസിയർ മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ്സ്. മൂന്നാമത്തത് എക്സ്ക്ലൂസീവ് ആക്സസ് ടു പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചേഴ്സ്. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ഡെവലപ്മെന്റ് പ്രോസസ്. നമുക്ക് ഒന്ന് നോക്കി നോക്കാം. നേറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആൻഡ്രോയിഡിലേക്ക് വേണ്ടി ആൻഡ്രോയിഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാം. iOS-ലേക്ക് iOS ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാം. ക്രോസ് പ്ലാറ്റ്ഫോം എന്താ? നമുക്ക് ഒരു പ്രാവശ്യം ഡെവലപ്പ് ചെയ്താൽ അതെന്ത് ചെയ്യും, ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യും, iOS-ലും വർക്ക് ചെയ്യും, ഏത് സ്മാർട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. യഥാർത്ഥത്തിൽ ക്രോസ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ടൂളുകളുണ്ട്. കോർഡോവ, അതേപോലെ ഫോൺ ഗ്യാപ്പ്, ടൈറ്റാനിയം, റിയാക്ട് നേറ്റീവ്, ഫ്ലട്ടർ. ഏറ്റവും പവർഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ടൂൾ കിറ്റാണ് ഗൂഗിളിൻ്റെ ഫ്ലട്ടർ. ഓക്കെ, അതിന് ഒരുപാട് എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കീ അഡ്വാൻറ്റേജസ് ഓഫ് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസിയർ മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ്സ് നമുക്ക് പറയാം. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ഈസിയർ മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആണെന്ന് വിചാരിച്ചോളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ഒരു ക്ലയന്റ് റിക്വയർമെന്റ് ഇ-കൊമേഴ്സ് വേണം. അപ്പോൾ iOS-ന്റെ ഒരു ടീം ഇരുന്ന് അത് ഡെവലപ്പ് ചെയ്യണം. അതേപോലെ ആൻഡ്രോയിഡിന്റെ വേറെ സെപ്പറേറ്റ് ടീം ഇരുന്നുകൊണ്ട് ആൻഡ്രോയിഡ് ആപ്പും ഡെവലപ്പ് ചെയ്യണം. അതേപോലെ വെബ് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ടീം ഇരുന്നുകൊണ്ട് വെബിന്റെ ആപ്പും എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ 3 ടീം ഏറ്റവും മിനിമം ഇതിന് വേണം. പിന്നെ അത് മാത്രമല്ല, ഒരു ബഗ് വന്നിട്ടുണ്ടെങ്കിൽ ഈ 3ലും എന്ത് ചെയ്യണം, ആ സംഭവം ക്ലിയർ ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ മെയിൻ്റനൻസും ഡെവലപ്മെന്റും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് മാത്രമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? മറ്റേതെന്താ വെച്ചാൽ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഓരോരുത്ത് മാത്രം മാറ്റിയാൽ മതി, എന്നിട്ട് അത് ഡിപ്ലോയ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ഈസിയർ മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ്സിന്റെ കോമൺലി നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് കേട്ടോ. ഓക്കെ, ഈസിയാണ് അത്. ഒരു പ്രാവശ്യം ഓരോരുത്ത് ബഗ് ഫിക്സ് ചെയ്താൽ മതി, അതെല്ലാം ഡിപ്ലോയ് ചെയ്യുന്നതോട് കൂടിയിട്ട് എവിടേക്കും എന്ത് ചെയ്യുന്നത് ആക്സസ് കിട്ടും. ഓക്കെ, അതാണ് മെയിനായിട്ട് നമ്മൾ ആൻസർ വരുന്നത്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് കമ്പയർഡ് ടു നേറ്റീവ് ആപ്സ് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. കാരണം നേറ്റീവ് ആപ്ലിക്കേഷൻസ് വളരെ ഫാസ്റ്റ് ആണ്. പക്ഷെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇപ്പോൾ ഫോൺ ഗ്യാപ്പ് ആയിക്കോട്ടെ, അതേപോലെ എന്താ പറയുക നമ്മൾ റിയാക്ട് നേറ്റീവ് ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ കോർഡോവ, ഏത് ഫ്രെയിം വർക്ക് എടുക്കുക അതൊക്കെ ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. അതിലൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് എന്തില്ല, നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് അത്ര പെർഫോമൻസ് ഒരിക്കലും കിട്ടൂല ആപ്പുകൾക്ക്. പക്ഷെ ഫ്ലട്ടറിൽ യഥാർത്ഥത്തിൽ കമ്പാരിറ്റീവ്ലി നല്ല എന്താ പറയുക പെർഫോമൻസ് ആണുള്ളത്. ഏകദേശം നേറ്റീവ് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്താൽ എന്താണോ പെർഫോമൻസ് കിട്ടുക, എന്താണോ ആക്യുറസി കിട്ടുക, അത്രയും പെർഫോമൻസും ആക്യുറസിയും നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, ഫ്ലട്ടർ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്നുണ്ട്. അഥവാ ഗൂഗിളിന്റെ ഫ്ലട്ടർ ടൂൾ കിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. നേറ്റീവില് ഡെവലപ്പ് ചെയ്താൽ കിട്ടുന്ന അതേ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതുകൊണ്ടാണ് വലിയ വലിയ കമ്പനീസൊക്കെ അധികം ഫ്ലട്ടർ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നതും ഫ്ലട്ടറിന് ഡിമാൻഡ് കൂടുന്നതും. പിന്നെ ഫ്ലട്ടറിന്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ സെൻസേഴ്സിനായിട്ട് വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും വേറൊരു ഫ്രെയിം വർക്കിൽ പറ്റില്ല. വേറെല്ല, ഇപ്പോൾ റിയാക്ട് നേറ്റീവ് ആയിക്കോട്ടെ, അതൊക്കെ ജാവാ സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹാർഡ്വെയറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫ്ലട്ടറിൽ ഡയറക്റ്റ് പോസിബിൾ ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ ക്യാമറയിൽ നിന്ന് ഫോട്ടോ അല്ലെങ്കിൽ ക്യാമറ ആയിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലട്ടറിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ GPS സെൻസറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഫ്ലട്ടറിൽ ഡയറക്റ്റ് കിട്ടും.
ഒരു ബാരിയറും അവിടെ ഇല്ല. പക്ഷെ ബാക്കിയുള്ളതിലൊക്കെ ഒരു ബാരിയർ, അവിടെ ഒരു ബ്രിഡ്ജ് അവിടെ ഉണ്ട്. അത് ത്രൂ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസിലും അതേപോലെ നമ്മുടെ എന്താ പറയുക ആക്യുറസിയിലൊക്കെ മേ ബി ഡിഫറൻസ് വരാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹൈ പെർഫോമൻസ് കമ്പയർഡ് ടു നേറ്റീവ് ആപ്സ് എല്ലാ ടെക്നോളജിക്കും പറയാൻ പറ്റില്ല. ക്രോസ് പ്ലാറ്റ്ഫോം അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ കോമൺ ഫീച്ചറായിട്ട് പറയാൻ പറ്റില്ല അത്. പക്ഷെ ഫ്ലട്ടറിൻ്റെ ഫീച്ചറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാം. ഓക്കെ, പിന്നെ എക്സ്ക്ലൂസീവ് ആക്സസ് ടു പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. എക്സ്ക്ലൂസീവ് ആക്സസ് ഒരിക്കലും പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചേഴ്സിന് നമുക്ക് ഒരിക്കലും എല്ലാ ക്രോസ് പ്ലാറ്റ്ഫോമിനും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഓർ നേറ്റീവ് പെർഫോമൻസ് ഓൺ ഓൾ പ്ലാറ്റ്ഫോം, അതും തെറ്റാണ്. ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് ഒരു പരിധി വരെ അംഗീകരിക്കാം. പക്ഷേ ഡെവലപ്മെൻറ്റ് ഇതാണ് ഫാസ്റ്റ് ആവാം. പക്ഷേ എന്തല്ല, നേറ്റീവ് പെർഫോമൻസ് എല്ലാ കേസിലും നമുക്ക് എന്തല്ല, അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മളെ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ വരുന്നത്. നമുക്ക് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രോസ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലട്ടർ തന്നെയാണ്. ഓക്കെ, അത് മാത്രമല്ല ഫ്ലട്ടറിൽ AI ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻസ് നമുക്ക് ഫ്ലട്ടറിൽ വരുന്നുണ്ട്. പവർഫുൾ സംഭവങ്ങളാണ്. നമ്മൾ പൈത്തണിലൊക്കെ ടെൻസർ ഫ്ലോ പഠിച്ചിട്ടില്ലേ? ടെൻസർ ഫ്ലോ വെച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ വിഷന്, നമ്മൾ ഓപ്പൺ CV ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ഡിറ്റക്ഷനും അതേപോലെ ഒരുപാട് AI ബേസ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഫ്ലട്ടറിലും പോസിബിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്ലട്ടറിന് നമ്മൾ ഫ്ലട്ടറിൽ കേൾക്കുമ്പോൾ ഇതും ബാക്കിയുള്ളതും എന്താ ഒക്കെ സെയിം അല്ലേ എന്നുള്ളത് തോന്നണ്ട. ഫ്ലട്ടർ ഇതിനൊക്കെ യുണീക്കായിട്ട് അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പെർഫോമൻസ് ലെവലിൽ അതിന് ഭയങ്കര പെർഫോമൻസ് ആണ്. ആക്യുറസി ലെവലിൽ ഒരു രക്ഷയില്ലാത്ത ആക്യുറസിയാണ്. അതേപോലെ AI ഇൻറ്റഗ്രേഷനും ഇങ്ങനത്തിലൊക്കെ അത് പവർഫുൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫ്ലട്ടർ വിടണ്ട. എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ഡിസ്കഷനുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.